സൗദി അറേബ്യയും ഒപ്പം തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാറിനെ, മെക്ക കരാർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിനെ, അതിനെ ചില മാധ്യമങ്ങളൊക്കെ ഇസ്ലാമിക് നാറ്റോ എന്നും മറ്റും വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനെ ട്രംപ് അതിൽ നിലപാടെടുക്കുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപ് പൂർണ്ണമായും ഇതിനെ സ്വാഗതം ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ശക്തമായ പ്രാദേശിക സുരക്ഷയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായി കരാറിനെ ട്രംപ് വിശേഷിപ്പിക്കുകയാണ്. മേഖലയിലെ രാജ്യങ്ങൾ കൂടുതൽ സഹകരണത്തിലേക്കും സ്വയം പ്രതിരോധിക്കാനുള്ള ശക്തമായ കഴിവിലേക്ക് നീങ്ങുന്നതായി കരാർ തെളിയിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കരാറിനെക്കുറിച്ച് പ്രതികരിച്ച ട്രംപ് 3 രാജ്യങ്ങളും ഒപ്പുവെച്ച കരാറിൽ സന്തുഷ്ടനാണ് എന്ന് പറയുകയാണ്. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ഒപ്പുവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മിഡിൽ ഈസ്റ്റ് എങ്ങനെ ഒന്നിക്കുന്നുവെന്നും ഒടുവിൽ രാജ്യങ്ങൾക്ക് കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്നും ഇത് കാണിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന. ഇത് കൗതുകകരമായ ഒരു പ്രതികരണമാണ്, സംശയമില്ല. ശ്രീ മോഹൻ വർഗീസ്, നമ്മളിതിനെ കാണേണ്ടത്, നമുക്കറിയാം ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിച്ച ഒരു രാജ്യം സൗദി അറേബ്യയാണ്. തുർക്കിക്കും ചില ഭീഷണികളുണ്ട്, സംശയമില്ല. അപ്പോൾ അമേരിക്കയാണ് ഇവരെ പിന്തുണച്ചുകൊണ്ടിരുന്നത്, സൗദിയെയും മറ്റും. പക്ഷേ അമേരിക്കയെ വിശ്വസിക്കാനാവുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയെ ഇനി എത്ര കാലം വിശ്വസിക്കാനാവും എന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്നതിൻ്റെ പുറത്താണല്ലോ ഇത്തരം ഒരു ഒന്നിക്കലിലേക്കും അവരുടെ സഖ്യത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്നത്. സ്വാഭാവികമായും അതിനെ ട്രംപ് എങ്ങനെ നോക്കിക്കാണുമെന്നായിരുന്നു എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപ് അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പിന്നിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഏറെ പ്രതീക്ഷിച്ചിരുന്ന, ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കിയിരുന്ന അമേരിക്കയുടെ പ്രതികരണം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കരാറിനെ മെക് കരാർ എന്ന് കൂടി വിളിക്കുന്ന കരാർ. അത് മെക്കയിൽ വെച്ചല്ല, റിയാദിൽ വെച്ചാണ് ഒപ്പിട്ടത്. സൗദി അറേബ്യയും ഇസ്ലാമിക ലോകത്തെ പ്രമുഖ ശക്തികളായ പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഒപ്പിട്ട ഒരു കരാറാണ്. ഇതനുസരിച്ച് ഒരു സൈനിക സഖ്യം രൂപപ്പെടുകയാണ്. അത് നെയ്റ്റോയുടെ ആർട്ടിക്കിൾ 5 അനുസരിച്ച്, 5ാം ആർട്ടിക്കിളിലെ ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി പാരഡൈമിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മ്യൂച്വൽ ഡിഫൻസ് പാരഡൈംസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ, സൗദിയോ പാകിസ്ഥാനോ തുർക്കിയോ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, ഈ 3 രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒരു ഡിറ്ററൻസ് രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രതിരോധം രൂപപ്പെടുത്തുക. അപ്പൊ ഇത് പ്രതിരോധത്തിനുള്ള ഒരു കരാറാണ് എന്നാണ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ പലയാവർത്തി പറഞ്ഞുള്ളത്. ഇത് ആക്രമിക്കാൻ വേണ്ടിയല്ല, ഇന്റിമിഡേറ്ററി ബിൽഡപ്പ് അല്ല, ഇതൊരു പ്രതിരോധ കരാറാണ്. ഏറ്റവും ആവശ്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്കാണ്. ഈ ആശയം പുട്ട് ചെയ്തത് സൗദിയാണ്. ഏതാണ്ട് 1 വർഷമായി തുടർച്ചയായ ചർച്ചയിലുമായിരുന്നു. സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗത്തും തെക്കൻ ഭാഗത്തും, അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള കടലുകൾ, പേർഷ്യൻ ഗൾഫ് മേഖലയും അതേപോലെ ചെങ്കടൽ മേഖലയും ഒരുപോലെ ബ്ലോക്ക്ഡ് ആകുന്ന ഒരു അന്തരീക്ഷമാണ് ഒരുപക്ഷെ സൗദി അറേബ്യയെ ഇങ്ങനെ ഒരു കരാറിൽ എത്തിച്ചേരാൻ പ്രേരിപ്പിച്ചത്. ഇതിനു മുൻപ് തന്നെ കഴിഞ്ഞ വർഷം പാകിസ്ഥാനുമായി ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ സൗദി അറേബ്യ ഹൂതികളുടെ ആക്രമണം നേരിടുന്നു. തെക്കൻ പ്രദേശങ്ങളിൽ ഹൂതികളുടെ ആക്രമണം വരുന്നു. ചെങ്കടൽ മേഖലയിലെ സൗദി തുറമുഖങ്ങൾക്ക് നേരെയും അരാംകോയുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയും എണ്ണ സംഭരണികൾക്ക് നേരെയും സൗദിയുടെ തെക്കൻ തുറമുഖങ്ങൾക്ക് നേരെയും എല്ലാം ആക്രമണം ഉണ്ടായിരിക്കുന്നു. വടക്കൻ ഭാഗത്ത് എക്രോസ് ഓപ്പറേഷൻ ഗൾഫ്, ഇറാഖിൽ നിന്നും ഇറാൻ അനുകൂല മിലീഷ്യകളുടെ ആക്രമണം റിയാദിന് നേരെ പോലും ഉണ്ടായിരിക്കുന്നു. അപ്പൊ സൗദിക്ക് വലിയ പ്രതിരോധ ആകാംക്ഷകളുണ്ട്. ഇത് ചരിത്രപരമായി നിറവേറ്റിയിരുന്നത് ശ്രീ രഞ്ജിത്ത് അമേരിക്കയാണ്. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ അറബി ഇസ്ലാമിക രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി പാരഡൈംസിൽ അമേരിക്കയ്ക്കായിരുന്നു സ്ഥാനം. അത് ഇപ്പോൾ വൾണറബിൾ ആയിരിക്കുകയാണ്, ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഇത്രയധികം പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും താഡ് മിസൈലുകളും പേട്രിയോട്ട് മിസൈലുകളും വലിയൊരു നിര തന്നെ വെച്ചുകൊണ്ട് അമേരിക്കൻ സേനാ താവളങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു ഇത്രയും കാലം. ഇതെല്ലാം തന്നെ അറബ് രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന താവളങ്ങളാണെന്ന് ഓർക്കണം. അപ്പൊ ഇറാൻ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്നു എന്ന് അമേരിക്ക ക്ലെയിം ചെയ്യുമ്പോഴും ഭാവിയിൽ അമേരിക്കൻ താവളങ്ങൾ തങ്ങൾക്ക് ഒരു ബാധ്യതയായേക്കാം. ഒരുപക്ഷെ അത് ഈസ് ഔട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ തങ്ങൾക്കൊരു താവളം ഉണ്ടാകണം, തങ്ങൾക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കണം, തങ്ങളെല്ലാം പരസ്പരം സഹകരിക്കുന്ന ഒരു രംഗത്ത് വരണം. അങ്ങനെയാണ് വൻപൻ ശക്തിയായ തുർക്കി, അത് ആയുധ നിർമ്മാണ രംഗത്ത് വലിയ ശക്തിയാണ്. ഇത് മാത്രമല്ല ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ഒരുപാട് ഡ്രോണുകൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ, കപ്പലൊക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് തുർക്കി. പാകിസ്ഥാൻ ആണവ ശക്തിയാണ്. ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ബോംബുള്ള ഏക രാജ്യമാണ് പാകിസ്ഥാൻ. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു രീതിയിൽ പറയുമ്പോൾ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് കൂടി വരികയാണ്. ഇറാൻ എന്ന് തോന്നാം, പ്രഥമ ദൃഷ്ടിയ ഇത് ഇറാനെതിരെ എന്ന് തോന്നാവുന്ന ഒരു സഖ്യമാണ്. പക്ഷെ ആത്യന്തികമായി ഇസ്രയേലാണ് ഒരുപക്ഷെ അറബ് ലോകത്തിന് ഭീഷണി ഉയർത്തുന്നത്. അമേരിക്ക പോലും ഒരുപക്ഷെ ഭീഷണിയാവാം. അങ്ങനെയെങ്കിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും?
അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഈ കരാറിൽ ഏർപ്പെട്ട എല്ലാ രാജ്യങ്ങളും. തുർക്കി നെയ്റ്റോ പങ്കാളിയാണ്, അമേരിക്ക നേതൃത്വം നൽകുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ പങ്കാളിയാണെന്ന് ഓർക്കണം. ഈ സൗദി അറേബ്യ അമേരിക്കയുമായി വളരെയധികം അടുത്ത് ഇടപെടുന്ന, സൈനികമായി ഇടപെടുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ സ്വന്തം ആളായിട്ട് തന്നെയാണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ സഖ്യത്തിലെ തന്നെ 3 രാജ്യങ്ങൾ ഒരു മുന്നണി രൂപീകരിച്ച് ആ പ്രദേശത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കുമ്പോൾ അമേരിക്കയ്ക്ക് ആശങ്ക ഉണ്ടാകേണ്ടതാണ്. ഒരുപക്ഷെ ഈ ജാള്യത മറച്ചു വെക്കുന്നതിനായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ചെറിയ അബദ്ധം പറ്റിയിരിക്കുന്നു, ഇത്രയും വിചാരിച്ചു കാണില്ല. പക്ഷെ എന്നാൽ പിന്നെ സ്വാഗതം ചെയ്യുക, എ ബിഗ് ബോൾഡ് പോസിറ്റീവ് ഇനിഷ്യേറ്റീവ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ഈ സംരംഭത്തെ കുറിച്ചത്. നിങ്ങളുടെ സ്വന്തം സുരക്ഷ ഏറ്റെടുക്കുന്നിടത്തോളം കാലം തങ്ങൾ സന്തുഷ്ടരാണ് എന്ന രീതി മുഖം രക്ഷിക്കാൻ, ഞാൻ അങ്ങനെയാണ് കാണുന്നത്, അമേരിക്കയ്ക്ക് മുഖം രക്ഷിക്കാൻ ലഭിച്ച ഒരു അവസരം. അങ്ങനെയല്ല വിമർശിച്ചിരുന്നുവെങ്കിൽ വിമർശകർ പറയുമായിരുന്നു ഇതാ അമേരിക്കയ്ക്ക് കൈപൊള്ളിയിരിക്കുന്നു, സ്വന്തം കാൽക്കീഴിൽ നിന്നും മണ്ണൊലിച്ചു പോയിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. അതുകൊണ്ട് ഒരു ഡാമേജ് കൺട്രോളിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നന്ദി ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ ഈ വിശകലനത്തിന്. ഏതായാലും വളരെ വിശദമായി തന്നെ ഈ വിഷയം അദ്ദേഹം വിശകലനം ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.